ചൊറങ്ങിയിട്ട് ഒരടിയില്ല ഇടിയില്ല ഒന്നുമില്ല. കാരണം എന്താ? ശിർക്കിന്റെ പ്രചാരകർക്ക് ഒരു കാലത്തും അടിയിട്ടിട്ടില്ല. തൗഹീദിന്റെ ആളുകൾ ശിർക്കിന്റെ ആളുകൾ അടിക്കാറില്ല, ശിർക്കിന്റെ ആളുകൾ തൗഹീദിന്റെ ആളുകൾ അടിക്കാറുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ച് ഏറ്റവും ചുരുങ്ങി ഖുർആൻ ഒരു ആവർത്തി വായിച്ചാൽ അമ്പിയാക്കൾ കല്ലെറിഞ്ഞോ? അമ്പിയാക്കൾ കൂക്ക് വിളിച്ചോ? തായിഫെന്ന് റസൂലുള്ളാനെ കൂക്കി. റസൂലുള്ള കൂക്കിയോ? മുജാഹിദുകൾ കൂക്കലുണ്ടോ നിങ്ങൾ ഉസ്താദുമാരെ? ഞങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ ഇന്നൊന്നും കൂക്കുന്നതിന് കണക്കില്ല. ആര്? വെള്ളക്കുപ്പായിട്ട മൊയ്ലിയാരുട്ടികൾ. നിങ്ങൾ എന്റെ കൂടെ വെറുതെ എന്നൊന്ന് വീക്ഷിച്ചു നോക്കും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ശല്യം മുസ്ലിയാരുട്ടികളെ കൊണ്ട് കളിയാക്കലും പരിഹാസവും അഭാസവും. ഞങ്ങൾ ആരെങ്കിലും ഉണ്ട് പേരോടിന്റെ പിന്നാലെ ചെല്ലൽ? എന്തല്ലാത്ത എന്ത്? അതൊക്കെ അന്തസ്സുള്ളൊരു സമൂഹത്തിന് ചേർന്നതല്ല. ആശയം പറഞ്ഞോളൂ, ആദർശം പറഞ്ഞോളൂ. ഇവിടെ ഇതേ ഓപ്പൺ സ്റ്റേജ് നാളെ പേരോട് വന്ന് പ്രസംഗിച്ചോട്ടെ. ഇവിടുത്തെ യുവാക്കൾ എല്ലാവരോടും കൂടി മുജാഹിദിന്റെയും സുന്നിന്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പേരോട് ഒരു ദിവസം പ്രസംഗിക്കും. ഗംഭീരായിട്ട് ഒരു ഭാഗത്ത് മുജാഹിദുകളും ഒരു ഭാഗത്ത് സമസ്തക്കാരും ഇരിക്കും. പിറ്റേന്ന് മുജാഹിദ് ബാലുശ്ശേരി വരും, അതിന്റെ പിറ്റേന്ന് അലവി വരും, അതിന്റെ പിറ്റേന്ന് വൈസൽ മുസ്ലിയാർ വരും. 5 ദിവസം AP സുന്നികളും 5 ദിവസം മുജാഹിദുകളും ഒറ്റ വേദി. കച്ചറുണ്ടാക്കൂല എന്ന് എഴുതി ഒപ്പിട്ട് പോലീസിനെ നിർത്തിങ്ങളുണ്ടോ? കട്ടയും പടവും നിങ്ങളുടെ മടങ്ങും. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഏത് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആശയത്തെ കട്ടയും പടവും മടങ്ങും എന്ന് പറഞ്ഞാൽ കട്ടയും പടവും മടങ്ങും. ഇവിടുത്തെ വലിയ ജമായത്ത് പള്ളി പിറ്റേന്ന് ഞങ്ങൾ ഖുതുബയും നടത്തും. അത് ഞങ്ങൾ കച്ചറുണ്ടാക്കിയിട്ടല്ല, നിങ്ങൾ തന്നെ പറയും ഉസ്താദ് നിങ്ങൾ ഖുതുബ പറഞ്ഞു. പക്ഷെ അതിന് നമ്മൾ തയ്യാറാവൂല, കാരണം പേടിയാണ്. അപ്പോഴേക്ക് ഉസ്താദുമാർ പറയും എടാ വിടരുതടാ വിടരുതടാ, നമ്മളെ ശൈഖന്മാരെ കുറ്റം പറയണ. ഉസ്താദ് പറയും നിങ്ങൾ വിചാരിക്കേണ്ട ശൈഖന്മാരെ കുറ്റം പറഞ്ഞിട്ടല്ല, ഓർക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹീഹ് മുസ്ലിം അതില് കിതാബുൽ ഹജ്ജ് നിങ്ങൾക്ക് വായിച്ചു തരുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യമെങ്കിൽ ഒരു ഉസ്താദ് വായിച്ചു തരുമോ? ഇനി ഞാൻ അവസാനത്തിന്റെ വളരെ പ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പം പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ഉസ്താദുമാരോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറയാം. എന്താ പറഞ്ഞേ? അതായത് ഒരു നമുക്ക് തന്നെ, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉപ്പനോട് 1074 വയസ്സായി, എനിക്ക് മുജാഹിദ് എന്ന് പേരിട്ട് എൻ്റെ ഉപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഉപ്പ മരിക്കാൻ നേരം എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് അപ്പടി സ്വീകരിക്കും. എൻ്റെ ഉപ്പ ഒരു കാര്യം പറഞ്ഞു, മോനെ ജീവിതത്തിൽ ഒരിക്കലും ഹലാലല്ലാത്തൊരു പൈസ എടുക്കല്ലേ മോനെ എന്നിൻ്റെ ഉപ്പ പറഞ്ഞാൽ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാലും ഞാൻ ചെയ്യില്ലെന്താ? എൻ്റെ ഉപ്പനോടുള്ള എൻ്റെ ഇഷ്ടവും എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ച സത്യത്തിന്റെ സത്പാന്താവാം അല്ലേ? നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ഉപ്പയേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാരാ? റസൂലല്ലേ? അല്ല കഴിഞ്ഞാൽ അല്ലേ മുസ്ലിമീങ്ങളെ? അല്ലേ? നോക്ക്, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലേ? ഏറ്റവും പ്രിയങ്കരം അല്ലാഹു റസൂലല്ലേ? ആ റസൂലുള്ള വഫാത്താവുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മുഖവിലേക്ക് എടുക്കണ്ടേ വിശ്വാസികളെ? നാം അള്ളാന്റെ റസൂല് ഇപ്പൊ ബാപ്പ മരിക്കുമ്പോ പറയണം, മോനെ ഖാദറേ ജിന്റെ മൂത്ത മോനാണ്, നോക്ക് ഇവൻ അബ്ദുൽ ജബ്ബാർ വികലാംഗനാണ്, ദുർബലനാണ്, ജോലി ഇല്ലാത്തില്ല, ബിസിനസ് ഇല്ലാത്തില്ല, അതുകൊണ്ട് ഓനെ കുറച്ച് കൂടുതൽ സ്വത്ത് ബാപ്പാന്റെ ഇഷ്ടത്തിനൊത്ത് കൊടുത്തേക്കണം. പിന്നെ ഇവള് ഈ ആമിന 5 പെൺകുട്ടികളുടെ ഉമ്മയാണ്, ഓളെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബാപ്പ മരിക്കണ സമയത്ത് ആ പറഞ്ഞ വാചകം സ്നേഹമുള്ള ഏതൊരു മക്കളുടെ മനസ്സിലുണ്ടാവൂലേ? യുവാക്കളെ ഉണ്ടാവൂലേ? ഏതൊരു നല്ല മകന്റെ മനസ്സിലും ബാപ്പാന്റെ വാചകം ഉണ്ടാവൂലേ? എങ്കിൽ അതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ എന്ന് പറഞ്ഞ ആ അള്ളാഹുവിന് സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, മക്കളെക്കാൾ നഷ്ടം സംഭവിക്കുമെന്ന് നാം വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെക്കാൾ അഹബ്ബയിലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. സൂറത്ത് തൗബ 9-ാം അധ്യായം 24-ാമത്തെ വചനം. ഇതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോട് റസൂലിനോട് ആയിരിക്കണം. എങ്കിൽ ആ റസൂൽ വഫാത്താകുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഗുരുതരമായ പിഴവിലാണ്. ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഉസ്താദുമാരുടെ വീട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തിരുവനന്തപുരത്തെ പൂവാർ അവിടെ ചെന്നിട്ട് ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചാൽ ഈ പള്ളിയിലെ ദർഗ നിങ്ങൾ അടിച്ചു പൊളിക്കും. എങ്ങനെ? പൂവാറിലെ ഞാൻ പറഞ്ഞ കാര്യം
ഞാൻ അവിടുന്ന് പോന്നു. അവിടുത്തെ സുന്നികളായ യുവാക്കൾ അവിടുത്തെ പള്ളിയിലേക്ക് അടിച്ചു. ഉസ്താദ് ബബ്ബെ അടിച്ചു. ബബ്ബെ അടിക്കും ഉറപ്പാണ്. മുത്തുനബി അവസാനമായി 10 മിനിറ്റ് പറഞ്ഞ കാര്യം സമസ്ത എന്ന് പറയുന്ന EKP സുന്നിക്കെതിരാണ്. ഇസ്ലാം പഠിപ്പിച്ച അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ബാപ്പ ഒരു കാര്യം പറഞ്ഞാൽ മുകളിലെടുക്കുന്ന നാം ഹബീബായ റസൂലുള്ള അവസാനം 10 മിനിറ്റ് പറഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ അംഗീകരിച്ചില്ല? എനിക്കുള്ള വേദന അതാണ്. ആ റസൂലുള്ള പറഞ്ഞ 10 മിനിറ്റ് കാര്യം പോലും നമ്മൾ അംഗീകരിച്ച പിന്നല്ലേ 23 കൊല്ലത്തെ കാര്യം എന്തായിരുന്നു അത്? ഇതൊരു പോയിന്റ് ആണല്ലോ. എന്നെ അവിടെ വെച്ചിട്ട് പേരോടിനെ അവിടെയും വെച്ചിട്ട് പേരോടിന് ഞാൻ പറയാം, നബി അവസാനം പറഞ്ഞ 10 മിനിറ്റിന്റെ കാര്യം വായിച്ചു കൊടുക്കുക അറിയാം. എന്നാ പേരോടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ വായിച്ചുതരാം, പേരോട് വായിക്കട്ടെ. എന്തായിരിക്കും അത്? അതെന്താ 10 മിനിറ്റ്? ഒന്നാമത്തെ കാര്യം കേട്ടോളൂ, അസ്വലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ. എപ്പോഴാ പറയണേ? അതുകൂടെ ശരിക്കും ശ്രദ്ധിക്കണം. എപ്പോഴാ പറയണേ? ഫള് ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഷോൾഡറിൽ റസൂലുള്ള ഇങ്ങനെ തൂങ്ങിയിട്ട് കാലിന്റെ പെരുവിരല് മരുഭൂമിയുടെ ഇങ്ങനെ വലിക്കുകയാണ്. എന്തുകൊണ്ട്? നേരെ നിൽക്കാൻ പറ്റാതെ രോഗിയായി, അതായത് ക്ഷീണം വരും, ഒളു ചെയ്യും. ആയിഷ വെള്ളം കൊണ്ടുവരൂ, ഞാൻ ഒളു ചെയ്യട്ടെ ആയിഷ. അവർ നിസ്കരിച്ചു. ആയിഷ, ഇല്ല നബിയേ, അവർ താങ്കളെ കാത്തിരിക്കുന്നു റസൂലേ. അത് പറയുമ്പോഴേക്ക് റസൂലുള്ള ബോധം കെടും. വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധം വരും. ആയിഷ വെള്ളം കൊണ്ടുവരൂ, ഞാൻ ഒളു ചെയ്യട്ടെ ആയിഷ. ഹബീബായ റസൂലുള്ള മരണവേളയിൽ പോലും ആയിഷ വെള്ളം കൊണ്ടുവരൂ, ഞാൻ ഒളു ചെയ്യട്ടെ ആയിഷ. അങ്ങനെ റസൂലുള്ള അവസാനം ക്ഷീണിതനായി പനിച്ചിട്ട് അത് സഹിക്കാതെ 2 സ്വഹാബത്തിന്റെ ഷോൾഡറിൽ തൂങ്ങി മദീന പള്ളിയിലേക്ക് പോയിട്ട് അസ്വലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ ഉമ്മത്തേ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അവിടെ നമ്മൾ പറയണെന്ത്? ചില ഔലിയാക്കൾ ഔലിയാകണേ നിസ്കരിക്കരുത്. നിസ്കാരല്ല. നിങ്ങൾ എന്താ നിസ്കരിക്കാത്ത? അപ്പൊ പറയണതോ, വലം യലമു അന്നീ ഉസല്ലി ബിമക്കത്ത. എന്താ സിയം മക്കാമിലെ ഔലിയ നിസ്കരിക്കാത്തത്? വലം യലമു അന്നീ ഉസല്ലി ബിമക്കത്ത. ഈ കൗമുണ്ടോ അറിയുന്നു, ഈ വിവരം കെട്ട ജനതയുണ്ടോ അറിയുന്നു, തങ്ങളുടെ തടി ഇവിടെയാണെങ്കിലും മക്കത്ത് അദ്ദേഹം നിസ്കരിക്കുകയാണ്. അതും ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. കയ്യിലെ ഉള്ളം കൈ കാണിച്ചപ്പോ കാബ പ്രത്യക്ഷപ്പെടുകയാണ്. ആ കാബയിൽ സിയം വലിയുള്ള ഇമാമത്ത് നിൽക്കുകയാണ്. ഇന്ന് ഇമാമത്ത് നിൽക്കുകയാണ്. വലം യലമു അന്നീ ഉസല്ലി ബിമക്കത്ത. ഫർള് നിസ്കരിക്കാൻ പോകുന്നില്ല. ആര്? ഔലിയ. നാട്ടുകാർ ഇങ്ങനെ നോക്കുന്നു, ഉസ്താദ് നിസ്കരിക്കില്ല. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, ഉസ്താദ് നിസ്കരിക്കണ്ടേ? അപ്പൊ പറയണെന്ത്? വലം യലമു അന്നീ ഉസല്ലി ബിമക്കത്ത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആയിഷ ബീവിനോട് ചോദിക്കുകയാണ്, ആയിഷ അവർ നിസ്കരിച്ചോ? ഇല്ല നബിയെ, നിങ്ങളെ കാത്തിക്കുകയാണ്. ഏത്? എന്നാ റസൂലുള്ളാഹി എന്താ പറയണേ? ആയിഷ, മദീനത്തെ മിമ്പറിന്റെ സമീപത്ത്, മദീനത്തെ മേറാബിൽ ആയിഷ എന്റെ 40 തടികളിൽ ഒരു തടി നിസ്കരിക്കുന്നുണ്ട് ആയിഷ. പറ ആയിഷ, ഞാൻ അവർക്ക് ഇമാമാണെന്ന് പറ ആയിഷ. എന്റെ ഒച്ച അവർക്ക് കേൾക്കാം, എന്നെ കാണാൻ കഴിയില്ല ആയിഷ. പറഞ്ഞോ റസൂലുള്ളാഹി? ഇല്ല, ഒറ്റ തടിയേ ഉള്ളൂ. പനി പിടിച്ച ആ തടി തന്നെ വേണം നിസ്കരിക്കാൻ. എന്നാ നമ്മുടെ നാട്ടിലെ തങ്ങന്മാരോ, അതായത് നമ്മൾ കാണുന്ന ഒരു തടി ഉണ്ടാകുമല്ലോ, ഓൾക്ക് 40 തടി ഉണ്ട് എന്നാ കാണുന്ന ഒരു തടി തൂണുമ പിടിച്ച് കെട്ടുക, നന്നായിട്ട് വരിഞ്ഞു കെട്ടുക, കൈ കുറച്ച് ലൂസാക്കി കൊടുക്കുക. വിശക്കുന്ന സമയത്ത് ഉപരി മക്കളെ എന്തെങ്കിലും തിന്നാന്ന് അപ്പൊ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, വലം യലമു അന്നീ ഉസല്ലി ബിമക്കത്ത. അതുപോലെ മൂപ്പര് മക്കത്ത് വെച്ചിട്ട് കാരക്ക പിട്ടടിക്കുകയാണ്. അത് പറ്റുമോ? തീറ്റി ഒറ്റത്തടി, അതായത് കാണുന്ന തടിക്ക് തീറ്റി. നിസ്കാരോ മക്കത്ത്, അജ്ജ് മക്കത്ത്, സക്കാത്ത് മക്കത്ത്, ഞം 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 ഞോ മട്ടൻ ബിരിയാണി അത് വിടുന്നു. അപ്പൊ തൊള്ളക്ക് ഇങ്ങനെ നല്ല സീൽ വെച്ച് കെട്ടിക്കേള. കാരണം അവിടുത്തെ തടി തിന്നോട്ടെ. തട്ടിപ്പല്ല മനുഷ്യന്മാരെ. ഈ പൊട്ടത്തര ലോകത്ത് വിഡ്ഢികളല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എത്ര തടി ഉണ്ടായിരുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എത്ര? അവരെക്കാളൊക്കെ വലിയ ഔലിയാക്കന്മാരോ? നിങ്ങൾക്ക് എന്ത് പറ്റി മക്കളെ? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് എപ്പോഴെങ്കിലും വിചാരിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത്, നമസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. ആയിഷ, നമസ്കാരത്തിന്റെ കാര്യം പറയണേ. പിന്നെന്താ റസൂലുള്ളാഹി പറഞ്ഞത്? പിന്നെ റസൂലുള്ളാഹി പറയാണ്, ആയിഷ, ജൂതന്മാർക്കൊരു തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കും ഒരു തകരാറുണ്ട് ആയിഷ. എന്താണ് ആ തകരാറെന്നറിയുമോ? ആയിഷ, ഒരു ജൂതന്റെ സമൂഹത്തിലെ ഒരു മഹാൻ മരിച്ചാൽ
ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു മഹാൻ മരിച്ചാൽ ആയിഷ ആ മഹാന്റെ ഖബർ കെട്ടി ഉയർത്തൽ ജൂതന്മാരുടെ തകരാറാണ് ആയിഷ. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ആയിഷ നീ അറിയണേ ആയിഷ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടർ ഖബർ കെട്ടി ഉയർത്തുന്നവരാണ് ആയിഷ. റസൂലുള്ള പറയുകയാണ് ആയിഷ, ജൂതന്മാർക്കൊരു വലിയ തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കൊരു തകരാറുണ്ട് ആയിഷ. ആ തകരാർ എന്താ? ജൂതന്മാർക്കൊരു ഗുണമുണ്ട് എന്നല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഗുണമുണ്ട് എന്നല്ല, ജൂതന്മാർക്കൊരു തകരാറുണ്ട് ആയിഷ, ക്രിസ്ത്യാനികൾക്കുമുണ്ടൊരു തകരാറ് ആയിഷ. അവരിലെ അമ്പിയാക്കൾ മരിച്ചാൽ ആ അമ്പിയാക്കളുടെ ഖബറുകൾ കെട്ടി ഉയർത്തുക. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുത്തവർ ഏറ്റവും നികൃഷ്ടരാണ് ആയിഷ. പന്നിയേക്കാളും കുരങ്ങിനേക്കാളും പടച്ചോന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരാരാ? മഹാന്മാരുടെ ഖബർ കെട്ടി ഉയർത്തുന്നവർ, അവിടെ പച്ച പുതക്കുന്നവർ, അവിടെ നിലവിളക്ക് കൊളുത്തുന്നവർ, അവിടെ തിരിവെക്കുന്നവർ, അവരാണ് ആയിഷ ഏറ്റവും വലിയ നികൃഷ്ടരെന്ന് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. സൃഷ്ടികളിൽ ഏറ്റവും മോശം അവരാണ് ആയിഷ. നോക്കണേ നിങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറയാൻ അടുത്ത വാചകം കേട്ടോ, ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ലഅനല്ലാഹ് അർത്ഥം എന്താ? അല്ലാഹ് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണോ? അല്ലാഹ് ശപിച്ചിരിക്കുന്നു ആയിഷ യഹൂദന്മാരെ, നസാറാക്കളെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അംബിയാക്കളുടെ ഖബറുകൾ അവർ കെട്ടി ഉയർത്തി ആയിഷ. ഒരു ചാണിന്റെ മീതെ അലി ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരത്താതെ വിട്ടേക്കല്ലേ അലി എന്ന് അലീബിന് അബീ ത്വാലിബിനോട് പറഞ്ഞിട്ട് അലിയാര് തങ്ങൾ എന്നെ റസൂൽ ഏൽപ്പിച്ച ദൗത്യം പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കല്ലേ. ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ഇത് ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ കാന്തപുരത്തിന് സാധ്യമല്ല, പേരോടിന് സാധ്യമല്ല, അലവിക്ക് സാധ്യമല്ല, സക്കാബിമാർക്ക് സാധ്യമല്ല, അഹ്സനിമാർക്ക് സാധ്യമല്ല, ഫൈസിമാർക്ക് സാധ്യമല്ല, ഉദവിമാർക്ക് സാധ്യമല്ല, ബാക്കവിമാർക്ക് സാധ്യമല്ല. ആയിഷ ലഅനല്ലാഹു യഹൂദ വന്നസാറ. അതാ റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, അമ്പിയാക്കളുടെ ഖബർ ഇവിടെ അമ്പിയാക്കളുടേത് പോലുമല്ല, മനുഷ്യരുടേത് പോലുമല്ല. റിസാലയിൽ പോലും കൃത്യമായി എഴുതുകയാണ്, ഔലിയാക്കളല്ലാത്ത ജന്തുക്കളുടെ ഖബർ പോലും പലയിടങ്ങളിലും ഉണ്ട് എന്ന് റിസാല എഴുതുകയാണ്, സെൻസിംഗ് എഴുതുകയാണ്, സുന്നികൾ പറയുകയാണ് ഖബർ കെട്ടി ഉയർത്തുന്നത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ ഇനി 2 പ്രാർത്ഥനകളുണ്ട്. ആ 2 പ്രാർത്ഥനകളൂടെ കേട്ടോളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുജിൽ ഖബരി ഇദാ, എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ റബ്ബേ. പൂവാറിൽ ഞാനിത് പറഞ്ഞപ്പോ മൊയ്ലിയാരോട് ചെന്ന് കുട്ടികൾ ചോദിച്ചു, യുവാക്കൾ ചെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൊയ്ലിയാര് ഒരൊറ്റ അട്ടിമറിച്ചിലാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്. 2 പെരുന്നാൾ പോലെ എന്റെ ഖബറിനെ ഒരു വർഷത്തിലെ 2 പെരുന്നാൾ പോലെയാക്കരുത്. എല്ലാ ദിവസവും എന്റെ ഖബറിടത്തിൽ ഉറൂസ് ആഘോഷിക്കണമെന്നാണ് റസൂല പറഞ്ഞത്. ഒന്റെ ചെകുത്താനെ, നിന്നെ ചെകുത്താനെന്നല്ലാതെ നിന്നെ മൊയ്ലിയാരെന്ന് വിളിക്കാൻ നട്ടിലുള്ള എനിക്ക് സാധ്യമല്ല. കാരണം എന്താ? റസൂലുള്ളാഹി പറയാണ്, അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി ഈദാ, പടച്ചവനെ എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ, അതേപോലെ എന്റെ ഖബറിൽ 2 പെരുന്നാൾ പോലെ ആകല്ലേ, എല്ലാ ദിവസവും എന്റെ ഖബറിടത്തിൽ ഉറൂസ് വേണമേ എന്നാണ് അത്രേ റസൂലുള്ളാഹി പറഞ്ഞത്. അത് അബൂബക്കർ സിദ്ദീഖിന് തിരിഞ്ഞില്ല, ഉമർ ഇബ്നു ഖത്താബിന് തിരിഞ്ഞില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാന് തിരിഞ്ഞില്ല, അലി ഇബ്നു അബീ ത്വാലിബിന് തിരിഞ്ഞില്ല. 2 വർഷവും 3 മാസവും 10 ദിവസവും ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കറിന് തിരിഞ്ഞില്ലത്രേ. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉമർ ഇബ്നു ഖത്താബിന് തിരിഞ്ഞില്ലത്രേ. 12 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച നബിക്ക് പ്രിയങ്കരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ഹദീസിന്റെ മായന തിരിഞ്ഞില്ലത്രേ. പൂവാറിലെ വൃത്തികെട്ട
വൃത്തികെട്ട മൊയ്ലിയാർക്ക് ഇതിന്റെ അർത്ഥം എങ്ങനെയാ മനസ്സിലായത്? എല്ലാ ദിവസവും നബിയുടെ കബറിടത്തിൽ ഉറൂസ് വേണമെന്ന, ആന എഴുന്നള്ളണം, അമ്പാരി വേണം, ചെണ്ട വേണം, വാദ്യമേളം വേണം, പടക്കെട്ട് വേണം, മയക്കുമരുന്ന് വിൽക്കണം, മദ്യം വിൽക്കണം. അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഉറൂസ്. കൊണ്ടോട്ടി ഉറൂസ് അതാണല്ലോ, പട്ടാമ്പി ഉറൂസ് അതാണല്ലോ, CM വലിയുള്ളയുടെ ഉറൂസ് അതാണല്ലോ. എവിടെയൊക്കെ ഉറൂസുകളുണ്ടോ ആ ഉറൂസുകളെല്ലാം ഹറാമിന്റെ കേന്ദ്രങ്ങളല്ലേ? ഞാനല്ല പറയുന്നത്, സമദാനി വരെ 15ാം വാർഷിക പ്രഭാഷണത്തിൽ ഈ കാര്യം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ഹറാമാക്കിയ മുഴുവൻ ഹറാമും ഒരേ ഒരു വേദിയിലേക്ക് ഇട്ടു എന്ന് അബ്ദുസ്സമദ് സമദാനി പറഞ്ഞ ക്ലിപ്പിംഗ് എന്റെ കൈവശമുണ്ട്. അതെ, നേർച്ച നടക്കുന്ന, പൂര ഉത്സവം നടക്കുന്ന സ്ഥലമാണ്. അവിടെ അത് നടക്കുകയുള്ളൂ. അവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു, അവിടെ വേശ്യാവൃത്തി നടക്കുന്നു, അവിടെ പിപ്പിപ്പി നടക്കുന്നു, അവിടെയെല്ലാം ഹറാമും നടക്കുന്നു. മോരും മുതിരയും വെച്ച പോലെ ആണും പെണ്ണും കൂടിച്ചേരുകയാണ്. അവിടുത്തെ കയറിൽ സുന്ദരി പിടിക്കുന്നു, സുന്ദരനും പിടിക്കുന്നു. ഇത് ദീനല്ല, ഇത് ഹറാമാണ്. ഇത് ചെയ്യല്ലേ മുസൽമാനെ. റസൂലുള്ളാഹിന്റെ കബറിടത്തിൽ 6 വർഷത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത അലി റളിയല്ലാഹു ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല. ഖൈറുക്കും ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, അതിനടുത്ത നൂറ്റാണ്ട്, അതിനടുത്ത തലമുറ, ഉത്തമമായ തലമുറ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അന്ന് അവരാരും ചെയ്തിട്ടില്ല. യുവാക്കളെ, നിങ്ങളുടെ മസിൽ പവർ, യുവാക്കളെ, നിങ്ങളുടെ എനർജി മദ്യപിക്കാനല്ല, പുകവലിക്കാനല്ല, കമ്പ വലിച്ചു തീർക്കാനല്ല, ഈ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ. രണ്ടാമതായി റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ തമ്പുരാനെ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. എത്ര ബെറ്ററാണത്. എന്റെ ഖബറിനെ എന്നോട് ആരെങ്കിലും വിളിച്ചു തേടിയാൽ എന്റെ ഖബർ ബിംബമാണ്, അത് ചെയ്യല്ലേ ഉമ്മത്തെ. ഈ കാര്യം ഇവിടുത്തെ ഈ കെ സുന്നിക്ക് പറയാൻ പറ്റുമോ? റസൂലുള്ള മരിക്കുമ്പോ പറഞ്ഞ കാര്യം ഞങ്ങളോട് പറഞ്ഞു. ഇനി ഇവിടുത്തെ യുവാക്കൾക്ക് മസിൽ പവർ ഉണ്ടോ? ഞാൻ വരാ, നിങ്ങൾ വിളിക്കണ ഏത് കൂട്ടരും ഞാൻ കയറി വരാം. സിംഹത്തിന്റെ കൂട്ടർ വരണോ? വരാം. പക്ഷെ ഞാൻ ഉദ്ധരിച്ച തെളിവ് തെളിവല്ല നിങ്ങൾ പറയണം. ഞാൻ ഉദ്ധരിച്ച തെളിവല്ല. റസൂലുള്ള വഫാത്താവുമ്പോൾ പറഞ്ഞ് എന്റെ കബറിടത്തിൽ ഉറൂസ് വേണം, ചെണ്ട വേണം, പിപ്പിപ്പി വേണം, 48 ആന വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറ. 1.5 മാസങ്ങൾക്ക് മുമ്പ് സിറാജ് ദിനപത്രത്തിൽ ഒരു നേർച്ചയുടെ പരസ്യം. എന്താ പരസ്യം എന്നറിയങ്ങള്? ആനയില്ലാതെ, അമ്പാരി ഇല്ലാതെ, വാദ്യോപകരണങ്ങളില്ലാതെ തികച്ചും ഇസ്ലാമിക ചൈതന്യത്തോടെ നേർച്ചടക്കണു. അപ്പൊ എന്ത് മനസ്സിലായി? അലവി സഖാഫി എന്ന് പറയുന്ന പുരോഹിതൻ എന്താ പറഞ്ഞേ? ആനക്കെന്താ കുഴപ്പം, ചെണ്ടക്ക് എന്താ കുഴപ്പം? ഇപ്പൊ സിറാജ് ദിനപത്രം പറയാണ്, ആനയില്ലാതെ, അമ്പാരി ഇല്ലാതെ, വാദ്യോപകരണമില്ലാതെ ഇസ്ലാമിന്റെ ചൈതന്യം നിലർത്തി നേർച്ചടക്കണോ. അപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ അവിടെങ്കിലും എത്തി. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേർച്ചന്നെ അനിസ്ലാമികാണ് എന്ന് നിങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. എന്റെ ഒരു പ്രതീക്ഷ എന്താ അറിയുന്നത്? ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ വിപ്ലവമായി. എന്റെ ഒരു കാൽക്കുലേറ്റ്, ഒരു കണക്കൂട്ടലാണ്. മുജാഹിദ് പ്രസ്ഥാനം, അതായത് ഞങ്ങള് ഇപ്പോഴത്തെ ടീം, ആസ്ഥാനില്ലാത്ത ആദർശല്ല ഈ ടീം. ആസ്ഥാനമുണ്ട്, ആദർശല്ല. അവലും കഞ്ഞി ആർക്കും വരാവുന്ന ഒരു, പിന്നെ സത്യത്തിൽ പറഞ്ഞ യാചകന്റെ ബാണ്ടാണ്. അതിലെന്തും വരാം. ഇപ്പൊ കേനം അങ്ങനെ, കേനമിൽ ഏതോനും വരാം, പോക വരാം, പോക വരാം, ആർക്കും വരാം. പക്ഷെ നിങ്ങൾ ഞങ്ങളെ മാത്രം പറയണം. ഞങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. KNMന്റെ തെറ്റിന് തെറ്റെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ നിങ്ങള്? കാന്തപുരസ്ഥാന്റെ തെറ്റ് തെറ്റാന്ന് കാണിക്കാൻ 2 ആള് വന്നപ്പോ ഓനെ കൊണ്ടുപോയി നഗ്നനായി ഫോട്ടോ എടുത്ത് പീഡിപ്പിച്ച് ഓനൊന്നും അല്ലാണ്ടാക്കി. അല്ല ഇവിടെ ഉള്ളത്, അതല്ല ഇവിടെ ഉള്ളത്. നൗഷാദ് ഹൈസനി ഏടെ മക്കളെ, അനിസ്പ്രേന്റെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഉണ്ടോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എവിടെ മക്കളെ നൗഷാദ് ഹൈസനി? വാദപ്രതിവാദ വീരൻ തകർത്ത് കളഞ്ഞു, APC നശിപ്പിച്ച് കളഞ്ഞു. എങ്ങനെയെന്നുള്ളത് നൗഷാദിനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുക. ആദർശത്തിനെ ആദർശം കൊണ്ട് നേരിടേണ്ടതിന് പകരം ഇങ്ങനെ ചില ചെപ്പടി വിദ്യകൾ മുജാഹിദ് പ്രസ്ഥാനം അതൊന്നും പരിചയമില്ല. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോകില്ല, ആരെയും നേർക്ക് നേരെ സ്റ്റേജ് കെട്ടി പെർമിഷൻ എടുത്ത് 4 വാക്ക് ഞങ്ങൾ ഗംഭീരമായിട്ട് പറയും. അതിന് നിങ്ങൾ വിചാരിക്കണ്ട, ഖിയാമത്ത് നാൾ വരെ ആരെയും പേടിക്കൂല. പക്ഷെ നിങ്ങൾ ജനങ്ങൾ, നിങ്ങളോടാ ഞങ്ങളുടെ സ്നേഹം. നിങ്ങൾ ചിന്തിക്കണം. 2 കാര്യം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ഒന്ന് കിതാബുൽ ഹജ്ജിലെ തെൽബിയത്ത്,
രണ്ട്, ഞാൻ ഈ പറഞ്ഞ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 10 മിനിറ്റ് മുമ്പ് നബി പറഞ്ഞു. അത് രണ്ടും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുജാഹിദുകൾ പറയണാണ് ഹക്ക്. ഇനി മദ്യപാനം, വ്യഭിചാരം, നമ്മുടെ കുട്ടികൾ ഓടിപ്പോവുക, ഒരുപാട് കേസ്, മുസ്ലിങ്ങളുടെ കൂടെ പോവുക, മുസ്ലിം കുട്ടികൾ ഇങ്ങോട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിന്മകൾ. ഈ തിന്മകളൊക്കെ നടക്കുമ്പോൾ കണ്ണ് പൂട്ടി വെക്കണ്ട, തുറക്കുക. മഹല്ലിൽ ഉസ്താദുമാരുടെ ഖുതുബയിൽ ഗംഭീരമായിട്ട് പറയാം. നമ്മുടെ ആളുകൾ മയക്കുമരുന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിരൂരും പൊന്നാനി ഭയങ്കര മത്സരം. എന്തിന്? കാട്ടായി അടിക്കുന്നതിൽ. എന്നിട്ട് തിരൂരിന് സങ്കടം 4 പോയിന്റ് തോറ്റുപോയി. പൊന്നാനിക്കാരിയായിട്ട് 4 പോയിന്റ് തോറ്റുപോയി. എന്നിട്ട് തിരൂർക്കാർ പറയും കാണിച്ചിരടാ, അടുത്ത ന്യൂ ഇയറിന് എന്നെ തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ കള്ളിച്ചാപ്പ് മുഴുവൻ ഞാൻ മൂന്നിടാ. അങ്ങനെയുണ്ട്. നമ്മുടെ മുസ്ലിങ്ങളുടെ നാടിനെ പറ്റിയാ പറയുന്നത്. മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇലക്ഷനും അതിന്റെ തിരക്കും അതിന്റെ ബഹളവും ഇതൊക്കെ അടക്കുമ്പോൾ നമ്മൾ നന്നാക്കാൻ ആരും വരൂല. സ്വയം നന്നായിക്കോളി. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലേ? ഒരിക്കലും അല്ലാഹ് പൊറുക്കാത്ത ശിർക്ക്, അതിലൊരു മനുഷ്യൻ മോചിതനാകൂ. 1. 2, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് എന്തോ അതെടുത്തോളി. റസൂൽ വിരോധിച്ചതിനൊക്കെ ഒഴിവായിക്കാണി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവും. സമഗ്രമായ സ്വയം പരിവർത്തനത്തിന്, മനസ്സിന്റെ മാറ്റത്തിന്, കുടുംബത്തിന്റെ മാറ്റത്തിന്, സീരിയലിൽ നിന്ന്, സിനിമയിൽ നിന്ന്, സംഗീതത്തിൽ നിന്ന്, നിസ്കരിക്കാതിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന്, കുഫറിൽ നിന്ന്, അതുപോലെ ഇസ്ലാം വിലക്കിയ മന്ത്രത്തിൽ നിന്ന്, നബി പഠിപ്പിച്ച റുഖിയ ശറഈയിലേക്ക്, റസൂലുള്ളാഹി വിലക്കിയ റുഖിയ ശിർകിയയിൽ നിന്ന് റുഖിയ ശറഈയിലേക്ക്, അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, കർമ്മപഥത്തിലേക്ക്, ജീവിതത്തിന്റെ നൈരന്തര്യമായ ഏത് മേഖലകളിലും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് ഇസ്ലാമിക വസ്ത്രം നമ്മുടെ മക്കളെ ധരിപ്പിക്കുന്നതിൽ നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? എന്ത് ഡേഞ്ചറാണ്. സുന്നി മുജാഹിദും പറയല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യേണ്ട കാര്യമാണ്. ഒരു മഹല്ലിലെ മദ്യപാനത്തിനെതിരെ AP ഉസ്താദിനും AK ഉസ്താദിനും മുജാഹിദും ജമാഅത്തിനും ഒന്നിച്ചൂടെ? എന്താ ഒന്നിച്ചുകൂടാത്തത്? എന്തൊരു കടുത്ത വാശിയുള്ള മത്സരമാണ്. തൗഹീദ് പറയുമ്പോൾ മാറിന്നോളൂ, പറഞ്ഞോളൂ, 2 കൂട്ടരും അങ്ങോട്ടും പറഞ്ഞോളൂ. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ കൊടുക്കരുത് എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞൂടെ? സുന്നിക്ക് മുജാഹിദിനും ഒക്കെ ഒരേ അഭിപ്രായം അല്ലേ? എല്ലാവർക്കും ചെയ്തൂടെ? എല്ലാവർക്കും ചെയ്യാം. ആ നിലക്ക് ഒരു ചിന്തയും നമ്മുടെ നാട്ടിലൊരു മാറ്റം ഉണ്ടാകാനും പരിവർത്തനം ഉണ്ടാകാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. ഇങ്ങനെ അവസാനം ജനങ്ങളെ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. എന്റെ പ്രസംഗം കേട്ട എല്ലാവരും, ആരോടും ഒരു വിരോധമില്ല. പാവപ്പെട്ട മനുഷ്യരെ ചതിക്കുന്ന ഉസ്താദുമാരോട് ആശയപരമായ വെറുപ്പ് എന്നല്ലാതെ വേറെ വെറുപ്പൊന്നുമില്ല. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന്റെ സത്പഥത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി തദനുസൃതമായി ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഉന്നതമായ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.